വയസ്സുകാരനെ പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ മുത്തച്ഛനെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. മുത്തച്ഛൻ തന്നെയാണ് ചൂട് ചായ ഒഴിച്ചതെന്നും കുട്ടി ഇക്കാര്യം തന്നോട് പറഞ്ഞെന്നും കുട്ടിയുടെ പിതാവ് അഭിജിത്ത് അറിയിച്ചു. എൻ്റെ മകൻ്റെ ദേഹത്ത് വെള്ളം ചൂട് ചായ എടുത്ത് ഒഴിച്ചതാണ് എൻ്റെ വൈഫിൻ്റെ രണ്ടാമത്തെ അച്ഛൻ. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തല്ലായിരുന്നു. വൈഫ് ബാംഗ്ലൂർ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിൻ്റെ ദേഹം മൊത്തം പൊള്ളിയ അവസ്ഥയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അപ്പാപ്പൻ ചായ ഒഴിച്ചു തന്നെന്ന് പറഞ്ഞു. കണ്ടപ്പോഴേ കൊച്ചു നല്ല പേടിച്ചിരിക്കുകയാണ്. ഇന്നലെ അതേ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രാത്രി എന്നെ ഇയാളുടെ മക്കളെ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ എൻ്റെ അളിയനെ ഇതണക്ക് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കേസെന്ന് പിന്മാറണം എന്നും പറഞ്ഞ് രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനല്ല ഇത് ചെയ്തതെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാത്രി. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാനച്ഛനാണ്. ഇയാൾ സ്ഥിരമായി കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ട് എന്ന തരത്തിലേക്കാണോ ഇപ്പോൾ പരാതി? അനുജ, അല്പസമയം മുമ്പ് കുട്ടിയുടെ അച്ഛൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ രണ്ടാനച്ഛൻ, അതായത് അമ്മയുടെ രണ്ടാനച്ഛൻ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 24-ാം തീയതിയാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ദേഹത്തേക്ക് ഈ അമ്മയുടെ രണ്ടാനച്ഛൻ, അതായത് മുത്തശ്ശൻ, ഇത്തരത്തിൽ തിളച്ച ചായ ദേഹത്തേക്ക് ഒരുക്കുന്നത്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഈ 3 വയസ്സുകാരന് ഏറ്റിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ SAT ആശുപത്രിയിൽ ഈ കുട്ടി ചികിത്സയിലാണ്. ആരോഗ്യനില പുരോഗമിച്ചു വരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ് കുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ സ്ഥിരമായി ഈ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും, അതായത് കുട്ടിയുടെ അമ്മയെയും സ്ഥിരമായി ശല്യപ്പെടുത്തുമായിരുന്നു എന്നുള്ള കാര്യവും ഈ അച്ഛൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിജയകുമാർ എന്ന ഈ കുട്ടിയുടെ മുത്തശ്ശൻ ഈ ഭാര്യയുടെ ഈ അമ്മയുടെ രണ്ടാനച്ഛനെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. നിലവിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ ചോദ്യം ചെയ്തതിനിടെ ഈ വിജയകുമാർ എന്ന ആൾ വ്യക്തമാക്കിയത് താൻ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലീസ് അത് മണ്ണന്തലയിലാണ് 3 വയസ്സുകാരനെ പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കുഞ്ഞിന്റെ പിതാവ് രംഗത്തെത്തിയത്.